Hi friends, എല്ലാവർക്കും A to Z ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴിവുകളെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മുമ്പ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും അപേക്ഷിക്കാൻ മറന്നവരോ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റിലേക്ക് അപേക്ഷിക്കാമെന്ന് വെച്ചവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും അവർക്ക് ഒരു ജോബെങ്കിലും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഓരോന്നിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഓരോന്നിൻ്റെ ജോബ് ടൈറ്റിലും അതുപോലെ അതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് അത് വിളിച്ച് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് എക്സ്പയറി ആകുന്ന 15/7/2019 എക്സ്പയറി ആകുന്ന 3 ജോബ് അപ്ഡേറ്റ്സുകളുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും അപേക്ഷിക്കാൻ താല്പര്യമുള്ളവെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇന്നാണ് അവസാന തീയതി, 15/7/2019 അവസാന തീയതി. ഒന്നാമത് ടൊബാക്കോ ബോർഡിൽ ഫീൽഡ് ഓഫീസർ ആൻഡ് അക്കൗണ്ടന്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. മൊത്തം 41 ഒഴിവുകളുമായിട്ട് വന്ന ഈ തസ്തികയിലേക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുക പ്ലസ് ടാലിയും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ BSc അഗ്രികൾച്ചർ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും ഈ തസ്തികയിലേക്ക്. അപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിച്ചില്ലെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കാവുന്നതാണ്. 18-30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഈ തസ്തികയിലേക്ക് 35,400 വരെയാണ് സാലറി ലഭിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അവസാന തീയതി 15/7/2019 ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ 432 ട്രേഡ് അപ്രന്റീസ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. 10ാം ക്ലാസ് പ്ലസ് ആ പറഞ്ഞ ട്രേഡുകൾ നിങ്ങളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രേഡുകളുണ്ട്. അതിലൊരു IT ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. 15-24 വയസ്സാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ്. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അതിൻ്റെ ഡേറ്റും 15/7/2019 ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇന്ത്യൻ എയർഫോഴ്സിൽ എയർമാൻ ഗ്രൂപ്പ് X ആൻഡ് Y തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. ക്വാളിഫിക്കേഷൻ +2 സയൻസ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നോട്ടിഫിക്കേഷൻ നോക്കാവുന്നതാണ്. 16-20 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ 21 എന്ന് പറഞ്ഞിരുന്നു, ക്ഷമിക്കണം, അത് മാറിപ്പോയതാണ്. 16-20 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ആപ്ലിക്കേഷൻ ഫീസ് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ലാസ്റ്റ് ഡേറ്റ് 15/7/2019 ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതിയാണ് 15/7/2019. പിന്നെ വരുന്നത് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൽ LDC MTS സ്റ്റെനോ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. 13 ഒഴിവുകളുമായി വന്ന ഈ തസ്തികയിലേക്ക് 10ാം ക്ലാസ് പ്ലസ് ടൈപ്പിംഗ് ഒക്കെ അറിയുന്നവർക്ക് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 18-30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന തസ്തികയിലേക്ക് 18,000 മുതൽ 81,000 വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി വരുന്നത്. അപേക്ഷാ ഫീസ് 100 രൂപ മാത്രമാണ്. 20/7/2019 അവസാന തീയതി. ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കേണ്ട തസ്തികയിലേക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. എന്നാലേ പോസ്റ്റ് വഴിയാണ്, ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ പോസ്റ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും നിങ്ങൾക്ക് താഴെ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് ജോബ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് കർണാടക ബാങ്ക് ലിമിറ്റഡ് പ്രൈവറ്റ് സെക്ടർ പ്രമുഖ പ്രൈവറ്റ് സെക്ടർ ബാങ്കായ കർണാടക ബാങ്കിൽ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. ഡിഗ്രിയാണ് മിനിമം യോഗ്യത. ഏജ് ലിമിറ്റ് 26 വയസ്സ് വരെയാണ് മാക്സിമം ഏജ് ലിമിറ്റ്. 37,000 തിരഞ്ഞെടുക്കപ്പെട്ടാൽ സാലറി ഉണ്ടായിരിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. 20/7/2019 അവസാന തീയതി. ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ വരുന്ന എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സോഷ്യൽ സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് 2,189 ഒഴിവുകളുമായിട്ട് അപേക്ഷ ക്ഷണിച്ചിരുന്നു. ഡിഗ്രി യോഗ്യതയുള്ള ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18-27 വയസ്സ് വരെയാണ്. 25,500 മുതലാണ് സാലറി ലഭിക്കുന്നത്. പ്ലസ് മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളിലേക്കും സെൻട്രൽ ഗവൺമെൻറ് ജോലിയാവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നത് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. 21/7/2019 അപേക്ഷിക്കേണ്ട അവസാന തീയതി. ഓൺലൈനായിട്ടാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ഹ്യൂമൻ റിസോഴ്സ് തസ്തികയിലേക്ക് 30 ഒഴിവുകളുമായിട്ട് വന്നിരുന്നു. ഡിഗ്രിയാണ് യോഗ്യത ഉള്ളത്. 25 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്.
10,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡ്. ട്രെയിനി ആയിട്ടാണ് വിളിക്കുന്നത്, അപ്രൻറ്റീസ് ആയിട്ടാണ് വിളിക്കുന്നത്. അസിസ്റ്റൻറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ട്രെയിനി അപ്രൻറ്റീസ് എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കുന്നത് മാസം 10,000 രൂപയായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസ് 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ലാസ്റ്റ് ഡേറ്റ് 25/7/2019 ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ വരുന്നത് ബോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡിൽ ബസിൽ വിളിച്ചിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ബോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡിൽ സ്കിൽഡ് മാൻ പവർ, അൺസ്കിൽഡ് മാൻ പവർ, കൺസൾട്ടൻറ്റ് ആൻഡ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. നമ്പർ ഓഫ് വേക്കൻസീസ് 2684 ഒഴിവുകളുമായിട്ടാണ് വന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 8ാം ക്ലാസ് മുതൽ ഡിഗ്രിയും അതുപോലെ ITI ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികയാണ്. 8ാം ക്ലാസ് പ്ലസ് എക്സ്പീരിയൻസ് 1 ഇയർ എക്സ്പീരിയൻസും അതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്, അത് വായിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് 18 to 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. സാലറി വരുന്നത് 35,000. വിവിധ തസ്തികകളിലേക്ക് വിവിധ സാലറിയാണ്. ഇപ്പോൾ 35,000 ഒക്കെ സാലറി ലഭിക്കുന്ന തസ്തികകൾ അതിലുണ്ട്. മറ്റുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ₹500 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. ലാസ്റ്റ് ഡേറ്റ് 25/7/2019 അവസാന തീയതി. അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 25/7/2019. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെക്നീഷ്യൻ, സ്റ്റെനോ, LDC, ഡ്രൈവർ, ഫോറസ്റ്റ് ഗാർഡ്, MTS തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നമ്പർ ഓഫ് വേക്കൻസീസ് 36 ഒഴിവുകളുമായിട്ടാണ്. എല്ലാ വേക്കൻസിയിലും കൂടി ടോട്ടൽ 36 ഒഴിവുകളുള്ളത്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികകളുണ്ട്. ഏജ് ലിമിറ്റ് 18 to 30 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സാലറി വരുന്നത് 30,000 പ്ലസ് ആണ്. മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും. ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 9/8/2019 അവസാന തീയതി. അതിലേക്ക് അപേക്ഷിക്കേണ്ട മോഡ് ഓഫ്ലൈൻ മോഡാണ്, കാരണം പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ടീച്ചിങ് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് നവോദയ വിദ്യാലയ സമിതിയിൽ 2370 ഒഴിവുകളുമായി ടീച്ചർ, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, കാറ്ററിംഗ് അസിസ്റ്റൻറ്റ്, ലോവർ ഡിവിഷണൽ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 മുതൽ PG യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികകളുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാവുന്നതാണ്. 18 to 45 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സാലറി വരുന്നത് 47,600 മുതൽ 1,42,000 വരെയൊക്കെ സാലറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 1000 രൂപ മുതൽ 1500 രൂപ വരെയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് 9/8/2019. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മോഡാണ്. ഓൺലൈൻ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ ഇന്ത്യൻ ആർമിയിൽ ജോലി ആഗ്രഹിക്കുന്ന ആർമി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുന്നുണ്ട്. സോൾജർ ജനറൽ ഡ്യൂട്ടി, സോൾജർ ടെക്നിക്കൽ, സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, സോൾജർ ക്ലർക്ക്, സോൾജർ ട്രേഡ്മാൻ 10th, സോൾജർ ട്രേഡ്മാൻ 8th തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, വയനാട് ജില്ലകൾ ഉള്ളവർക്കും അതുപോലെ യൂണിയൻ ടെറിട്ടറി മാഹിയിലുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് 8ാം ക്ലാസ് മുതൽ +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഏജ് ലിമിറ്റ് 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. അപ്പോൾ പല ട്രേഡിലേക്കും പല വയസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. 18/8/2019 അവസാന തീയതി. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ 18/8/2019 മുമ്പ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഇത്തരം ജോബ് അപ്ഡേറ്റ്സുകളാണ് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടായിട്ട് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ ഡെയിലി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി, എല്ലാ ദിവസവും നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെലൈക്കൻ എനേബിൾ ചെയ്യുന്നത്, ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കൊണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.